ലിവർ ക്യാൻസർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വരിക, പിന്നെ എങ്ങനെ ഇതിനെ ഡയഗ്നോസ് ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കും. സോ ലിവർ ക്യാൻസറിൽ വളരെ ഏർലി സ്റ്റേജിൽ പേഷ്യൻസിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാറില്ല. കൂടുതൽ പേഷ്യൻസ് ഒരു പ്രശ്നമില്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങളായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ, ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് കണ്ടുപിടിക്കുക. ചില പേർക്ക് റൈറ്റ് സൈഡ് വശത്തിൽ വേദന ആയിട്ട് തുടങ്ങാറുണ്ട്, അല്ലെങ്കിൽ ഒരു മുഴയായിട്ട് ചില പേര് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് വരാറുണ്ട്. ഇതല്ലാതെ പിന്നെ ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ട് ചില പേർക്ക് അങ്ങനെ ഈ ലിവർ ക്യാൻസർ കണ്ടുപിടിക്കാറുണ്ട്. ഇതല്ലാതെ തന്നെ ചില അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോൾ വയറ്റിൽ നീര് നിറഞ്ഞിട്ട് അല്ലെങ്കിൽ തൂക്കം കുറഞ്ഞ് വരിക, ഭക്ഷണത്തിനോട് ഒരു ഇഷ്ടമില്ലായ്മ, അങ്ങനത്തെ ലക്ഷണങ്ങൾ വരുമ്പോൾ ഒരു അഡ്വാൻസ് സ്റ്റേജായ ഒരു ലിവർ ക്യാൻസർ വരാൻ മീൻസ് ഒരു പ്രസൻറ്റേഷനായിട്ട് പറയാൻ പറ്റും. ഈ ലക്ഷണങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡോക്ടർ പരിശോധിച്ചിട്ട് പിന്നെ കുറച്ച് ടെസ്റ്റിംഗ് ആണ് ചെയ്തിട്ട് ഇതിൽ കൺഫേം ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ബിലിരൂബിൻ പറഞ്ഞ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ലെവൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ലിവർ ഡാമേജിൽ AST, ALT ആൻഡ് ALP പറയുന്ന ചില എൻസൈംസ് കൂടുതലായിട്ടും കാണാൻ പറ്റും. ആൽബ്യൂമിൻ പറയുന്ന സീറം പ്രോട്ടീൻ കുറവായിട്ടും കാണാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ ലിവർ ക്യാൻസറിൽ പ്രത്യേക ഒരു ട്യൂമർ മാർക്കർ പറയാറുണ്ട്, AFP, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ. AFP ലെവല് വളരെ ഹൈ ആയിട്ട് കാണുകയാണെങ്കിൽ അതും ഈ ഒരു ക്യാൻസറിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ റിസൾട്ട്സ് നോക്കിയിട്ടാണ് പിന്നെ അടുത്ത സ്കാനിങ് ആയിട്ട് ചെയ്യാറ്. സ്കാനിങ്ങിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ടാണ്. അൾട്രാസൗണ്ടിൽ തന്നെ ഒരു 70% മേലെയുള്ള ലിവർ ക്യാൻസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് അൾട്രാസൗണ്ടിൽ കഴിഞ്ഞിട്ട് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മുഴ ലിവറിൻ്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു കൺഫർമേഷനായിട്ട് ഒരു CT സ്കാൻ ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഏറ്റവും നല്ല CT സ്കാൻ ഒരു ട്രിപ്പിൾ ഫേസ് CCT സ്കാനാണ്. ഇതിൽ നമ്മൾ ലിവറിൻ്റെ ഓരോ ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് MRI ലിവർ. MRI നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചില പേഷ്യൻസിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് MRI ചെയ്യാറുണ്ട്. ഇപ്പോൾ ലിവർ ക്യാൻസറിൽ ബയോപ്സി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലിവർ ക്യാൻസർ ആണ് ഒരു ടൈപ്പ് ക്യാൻസർ. അതിൽ നമ്മൾക്ക് ബയോപ്സി ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഈ ഒരു രോഗം കൺഫേം ചെയ്യാൻ പറ്റും. അതിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നോക്കുക. ഒന്ന്, ഒരു ലിവർ ഡാമേജ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ. രണ്ടാമത്തെ, നമ്മൾ AFP അല്ലെങ്കിൽ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ലെവൽ വളരെ ഹൈ ആയിട്ട് കാണുകയാണെങ്കിൽ. ആൻഡ് മൂന്നാമത്തെ, നമ്മളെ CT സ്കാനിൽ പ്രത്യേക ഒരു ഫീച്ചേഴ്സ്, ഈ ലിവർ ക്യാൻസറിൻ്റെ ഒരു സ്കോർ ഉണ്ട്, ലൈറാഡ് സ്കോർ. ആ സ്കോർ 5 ആണെങ്കിൽ നമുക്ക് ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് ഇത് ലിവർ ക്യാൻസർ ആണ് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് ട്രീറ്റ്മെൻറ്റിൻ്റെ. ചില പേർക്ക് നമ്മൾ ഈ AFP ലെവല് നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഈ CT സ്കാനിൽ ഒരു ഡൗട്ട് പോലെ ആയിരിക്കും ഈ ഒരു മുഴ കാണുന്നത്. അപ്പോഴാണ് നമ്മളൊരു ബയോപ്സി ചെയ്തിട്ട്, അത് ബയോപ്സി പറഞ്ഞാൽ ഒരു സൂചി വെച്ചിട്ട് ലിവറിൻ്റെ ഒരു അംശം എടുത്തിട്ട് അതിൽ ടെസ്റ്റ് ചെയ്തിട്ട് ക്യാൻസർ ഇല്ലയോ മനസ്സിലാക്കിയിട്ട് പിന്നെ അടുത്ത ചികിത്സയിലേക്ക് നീങ്ങുന്നത്. താങ്ക് യു.